ISI ബന്ധം, ആ ബന്ധം, ഈ ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ ഇങ്ങനെ ടാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ശ്രമം RSS തുടങ്ങി. RSS എന്ന് വെച്ചാൽ IB തുടങ്ങി. പോലീസ് ഇന്റലിജൻസ് വിഭാഗങ്ങൾ തുടങ്ങി. ഇന്റലിജൻസ് വിഭാഗങ്ങൾ നിങ്ങൾക്കറിയോ? ഇന്റലിജൻസ് വിഭാഗത്തിൽ ഭയങ്കരമായ നുഴഞ്ഞേറ്റല്ല, അതിൽ ഭയങ്കരമായി അവർ കയറിക്കൂടിയിരിക്കുകയാണ് RSSകാർ. ഈ ഒരു GP വൈദ്യ എന്ന് പറയുന്ന, BG വൈദ്യ എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം MG വൈദ്യ എന്ന് പറയുന്ന RSSന്റെ വൈദ്യ എന്ന് വളരെ പ്രസിദ്ധനായ RSS നേതാവിന്റെ സഹോദരനാണ്. IPS കിട്ടിയതിന് ശേഷം, സാധാരണ IPS കിട്ടിയാൽ പോലീസുകാർക്കറിയാം എന്താ ചെയ്യുക. IPS കിട്ടിയാൽ എവിടെങ്കിലും ഒരു കമ്മീഷണറേറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റിൽ അവരോധിക്കപ്പെടാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. ഒരു സാധാരണ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുക ആളുകൾ SI ആവാനാണ്. കാരണം ജനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലും ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നങ്ങളിലൊക്കെ വരുമ്പോഴാണ് അധികാര കേന്ദ്രമായി മാറുന്നത്. അതാണ് ആഗ്രഹിക്കുക. പക്ഷെ വൈദ്യ IPS കിട്ടിയതിന് ശേഷം ഇന്നേ വരെ ഇന്റലിജൻസ് വിഭാഗത്തിൽ തന്നെയായിരുന്നു, IBയിൽ തന്നെയായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് മാറിയിട്ടില്ല, ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്ന് മാറിയിട്ടില്ല. എന്താ കാരണം? ഇതെന്നെ കാരണം. നിങ്ങൾക്കറിയുമോ, നമ്മുടെ പ്രധാനമന്ത്രി രാവിലെ എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ മറ്റ് കൃത്യങ്ങളിലേക്ക്, ഔദ്യോഗിക കൃത്യനിർവഹണത്തിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പായി 10-15 മിനിറ്റ് നേരം ഒരു ബ്രീഫിംഗ് IB ചീഫിൽ നിന്നുണ്ടാകും. ആ ബ്രീഫിംഗിന് ശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഇവിടെയൊക്കെ നടക്കുന്നത് എന്താ? ഇത്തരം പ്രചരണങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് തീരദേശത്ത് ഇടക്കിടക്ക് കപ്പൽ വരുന്നത്. ആ കപ്പൽ കുറച്ചു കാലം അങ്ങ് നടക്കും, പിന്നെ മുങ്ങിപ്പോകും കപ്പൽ. നമ്മൾ കണ്ടതല്ലേ ഇവിടൊക്കെ അത്. ഇപ്പൊ അടുത്ത കാലത്തായിട്ടും കപ്പൽ വന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇടക്കിടക്ക് വരും കപ്പൽ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രത്യേക ഒരു സമുദായത്തെ, മുസ്ലിം സമുദായത്തെ കോർണർ ചെയ്തുകൊണ്ട് വളരെ മോശക്കാരും ഭീകരന്മാരുമായി ചിത്രീകരിച്ച് അവരിൽ നിന്ന് ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ അടങ്ങുന്ന വിഭാഗത്തെ മാറ്റി നിർത്തുക ഒന്ന്. അതുപോലെ ദളിതുകളും പിന്നോക്ക വിഭാഗങ്ങളും ഒരു ഐക്യത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് തടയുക. അങ്ങനെ തങ്ങളുടെ ഭരണം അല്ലെങ്കിൽ അധികാരം അരക്കിട്ടുറപ്പിക്കുക. ഇതാണ് ബ്രാഹ്മണതന്ത്രം. അപ്പൊ ഞാൻ പറയുന്നു,